എൻ്റെ പേര് സിനി. ഇതെൻ്റെ മകൾ ആഗ്ന. ഞങ്ങൾ ബ്രഹ്മകുളം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2023 ജനുവരിയിലാണ് എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസറാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ RCCയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു 9 മാസത്തോളം ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾ സെപ്റ്റംബർ 1 ചെക്കപ്പിന് പോയി. ഫുൾ ചെക്കപ്പ് അവിടെ കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ നോർമലായിരുന്നു. ക്യാൻസറിൻ്റെ ഒരു അംശം പോലും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഇനി മുതൽ മരുന്നൊന്നും കഴിക്കണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. മോൾ +1 സ്കൂൾ തുറന്നിട്ട് അവൾക്ക് തീരെ സ്കൂളിൽ പോകാൻ പറ്റിയിരുന്നില്ല. എന്നും തലവേദന, ചെവിട് വേദന, ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, അവളുടെ ശരീരം ഇപ്പോൾ പെർഫെക്റ്റ് ആണ്, ഇതെന്തുകൊണ്ടാണ് വരണേന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിവിടെ ഓഗസ്റ്റിൽ കൺവെൻഷന് ഞാൻ അവിടെ വന്നു. പിന്നെ 2020 എൻ്റെ മൂത്ത മകൻ, ഇവളുടെ ചേട്ടൻ, ഇതുപോലെ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സും ഷൂവ്, അവന് ഇഷ്ടപ്പെട്ട ടോയ്സ്, അവൻ്റെ വാച്ച്, സാധനങ്ങളൊക്കെ എൻ്റെ ഒരു അലമാരിയുടെ ഒരു ഷെൽഫ് കംപ്ലീറ്റ് അവൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഞാൻ വീട്ടിൽ ചെന്ന് അത് മുഴുവൻ ഞാൻ കത്തിച്ചു കളഞ്ഞു. ഞാനത് ചെയ്തതിൻ്റെ ശേഷം എൻ്റെ മോൾക്ക് ഇതുവരെയും തലവേദന വന്നിട്ടില്ല. ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ട് അവള് സ്ഥിരം സ്കൂളിൽ പോകുന്നുണ്ട്. അവൾക്ക് നന്നായി പഠിക്കും. ഹായ് പ്രിയപ്പെട്ടവരെ, മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ലിസ് മാത്യു, വയനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു 2.5 മാസമായിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് അഗാധമായ ദുഃഖം, അതായത് നമുക്കറിയാം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുഃഖം കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഞാനൊരു ഡോക്ടർ സിസ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കാട്രിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ കാണുമ്പോൾ വേഗത്തിൽ കരച്ചിൽ വരാൻ തുടങ്ങി. ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര വൈബ്രൻ്റ് ആക്റ്റീവായിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പോൾ എൻ്റെ രോഗികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഡോക്ടറിന് എന്താ പറ്റിയേ, പഴയ ഡോക്ടർ അല്ലല്ലോ എന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതുപോലെ തന്നെ എനിക്ക് അമ്മ എന്ന വാക്ക്, അത് ഞാനല്ല വേറെ ആര് പറഞ്ഞാലും പെടപെടാന്ന് കരച്ചിൽ വരും. നമുക്ക് ആർക്കും നിർത്താൻ പറ്റില്ല, ആരാണ് അരികിലുള്ളത്. പലപ്പോഴും എനിക്ക് പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിനാൽ തന്നെയാണ് ഞാൻ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ലീവെടുത്ത് ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നത്. അച്ഛൻ ഇന്നലെ രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ മരിച്ചവരുടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. എൻ്റെ കഴുത്തിൽ അമ്മ ധരിച്ചിരുന്ന വെന്തിങ്ങയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ അമ്മ മരിച്ചുപോയി, ആ മരിച്ചുപോയി അമ്മയുടെ വെന്തിങ്ങ ഊരിയെടുത്തു, എന്നിട്ടത് സിസ്റ്റർ കഴുത്തിലിട്ടു. അന്ന് മുതലാണ് സിസ്റ്റർക്ക് ഈ പീഡ ആരംഭിച്ചത്. സിസ്റ്റർ സൈക്കാട്രിക് ഡോക്ടറാണ്. സൈക്കാട്രിക് ആയിട്ടുള്ള രോഗപീഠയുള്ളവർ സിസ്റ്ററുടെ അടുത്ത് ചികിത്സയ്ക്ക് വരില്ലേ, അവരെക്കാൾ കൂടുതലായിട്ട് സിസ്റ്റർ സൈക്കാട്രിക് രോഗിയായിട്ട് കരച്ചിൽ ബഹളം. അപ്പം നമുക്ക് അച്ഛൻ തന്നിരുന്ന വെന്തിങ്ങ ഉണ്ടായിരുന്നു, അത് ഞാൻ ബാഗിൽ വെച്ചു. വീട്ടിൽ ചെന്നിട്ട് അല്ല ഇത് സാക്ഷ്യം കേട്ടപ്പോൾ ഓർത്ത് അന്ന് വൈകുന്നേരം മാറ്റണമെന്ന്. പിന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്നേരം തന്നെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ കരച്ചിൽ വരുന്നില്ല. നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ. എൻ്റെ ദൈവമേ, ഇത് പോയി മറ്റുള്ള പറയണം സിസ്റ്റർ എന്നല്ലാട്ടോ, നിങ്ങൾ ഇനി നിങ്ങളാണ് പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. പിന്നെ രക്ഷയില്ല. ഈ സിസ്റ്റർക്ക് സൈക്കാട്രിക്കായിട്ടുള്ള അസുഖമായി, കാരണം എപ്പോഴും കരച്ചിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സിസ്റ്ററുടെ. അപ്പോൾ സിസ്റ്റർ ഇവിടെ ധ്യാനിക്കാൻ പറ്റുകയാണ്. ഈ സിസ്റ്ററുടെ ചേട്ടനും അച്ഛനാണ്, ഒരു രൂപത വൈദികനാണ്. ആ ചേട്ടനും ഇവിടുത്തെ വൈദികയുടെ ആദ്യത്തെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തിരുന്നു. അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു. മരിച്ചുപോയുടെ അമ്മയുടെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അമ്മ സ്ഥിരം ഉപയോഗിച്ചിരുന്ന കൊന്ത ഈ കഴുത്തിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനും അത് ഉടനെ തന്നെ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അത് ഉപേക്ഷിച്ചു. അച്ഛൻ അവസാന ദിവസം അൽത്താരി കയറി പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കേട്ടല്ലോ, ഈ സിസ്റ്ററുടെ സാക്ഷ്യം, അതെൻ്റെ പെങ്ങളാണ്. ആ പെങ്ങള് അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ വെന്തിങ് എടുത്തു, ഞാൻ അമ്മയുടെ കൊന്ത എടുത്തു. ആ പെങ്ങള് വെന്തിങ് കഴുത്തിലിട്ടു, ഞാൻ കൊന്ത കഴുത്തിലിട്ടു. ഈ പെങ്ങളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു എൻ്റെയും. ആ ദുഃഖം, അകാരണമായ ദുഃഖം മാറിപ്പോയി. ഇതൊരു കത്തോലിക്ക ധ്യാനകേന്ദ്രത്തിൽ, കടലുണ്ടിയിലുള്ള ഏൽ റുഹ ധ്യാനകേന്ദ്രത്തിലെ റാഫേൽ അച്ഛൻ്റെ ധ്യാനത്തോടനുബന്ധിച്ച് നടന്ന സാക്ഷ്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മൃതാത്മാക്കളുടെ സ്വാധീനത്താൽ ആയിരുന്നുവെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് ഏത് സൈക്കാട്രിസ്റ്റ് എത്ര എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഡോക്ടർ ചികിത്സിച്ചാലും, പതിറ്റാണ്ടുകൾ ചികിത്സിച്ചാലും മാറില്ല. ഈ ഡോക്ടറുടെ കരിയർ അതോടെ തീർന്നു, മനസ്സ് രോഗിയായി ഒരു മൂലയിലിരിക്കുക എന്ന അവസ്ഥ വരുമായിരുന്നു, അല്ലേ?
അതന്നെയല്ലേ അച്ഛൻ്റെ സ്ഥിതി. ഈ അച്ഛന് മാനസിക പ്രശ്നത്തിൽപ്പെട്ട് വീഴുന്ന അവസ്ഥയിലാകുമായിരുന്നു ഇത് വിശ്വസിക്കാമെങ്കിൽ. എന്നാൽ ഇതത്ര വിശ്വസനീയമാണോ? ഇതുപോലെ നിരവധി സാക്ഷ്യങ്ങൾ ആ എൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ കേൾക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസനീയമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മരിച്ചവർ കൈവശം വെച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ആത്മീയ തകർച്ചകൾ, പാപബന്ധനങ്ങൾ, ഇങ്ങനെ നിരവധി ഉണ്ടാകുന്നതായിട്ട് അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് വിശ്വസനീയമാണെങ്കിൽ നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ വിഷയം. കത്തോലിക്ക സഭയിലെ മറ്റൊരു ധ്യാന കേന്ദ്രങ്ങളിൽ ഇത് പറയാറില്ല. എന്നാൽ മറ്റു ചില ആത്മായ വ്യക്തികളൊക്കെ ഈ കാര്യങ്ങൾ നിരവധി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛന്മാർ പരസ്യമായിട്ട് ഈ വിഷയം പ്രസംഗിച്ചു തുടങ്ങിയിട്ട് അധികം കാലമായില്ല. എന്നാൽ ഈ വിവാദ വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ പണ്ഡിതരോ മെത്രാന്മാരോ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല, ഒരു വിശദീകരണം പറഞ്ഞിട്ടില്ല. അതിനാൽ ഇത് 100% സ്വീകാര്യമാണോ? മൃതാത്മാക്കൾ മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അതായത് മരിച്ചവർ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഈ വെന്തിങ്ങ കൊന്ത പോലുള്ളത് മാത്രമല്ല, മരിച്ചവർ ഉപയോഗിച്ച കട്ടില്, കസേരകൾ, പാത്രങ്ങൾ, ബെഡ്, ഈ തരത്തിൽ നിരവധിയായ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവരുപയോഗിച്ച വീട്, ആ വീട് ഉൾപ്പെടുന്ന പറമ്പ്, അതൊക്കെ അവരുടേതല്ലേ? അതിനൊക്കെ പ്രശ്നങ്ങളില്ല എന്ന് ചിന്ത വരും. ഇതിനൊക്കെ എന്താണ് വ്യക്തമായ ഉത്തരമുള്ളത്? അതൊക്കെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ നിഗമനങ്ങൾ ശരിയാണെന്നും ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ വാദിക്കുന്ന അച്ഛന്മാരും നിരവധി കൗൺസിലർമാരും ഇതിനൊക്കെ പറയുന്നതിന് മറുപടി മറ്റൊന്നുണ്ട്. അതായത് തിരുശേഷിപ്പുമായി ബന്ധപ്പെടുത്തി അതോട് താരതമ്യം ചെയ്താണ് മറുപടി പറയുന്നത്. എന്താണ് തിരുശേഷിപ്പ് എന്നത്? 3 ഗ്രേഡുണ്ട്. ഒന്നാമത്തെ ഗ്രേഡ് മരിച്ച വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ, മുടി, നഖം, പല്ല്, അസ്ഥി തുടങ്ങിയ ശരീരഭാഗങ്ങളാണ് എ ഗ്രേഡ് തിരുശേഷിപ്പ്. പിന്നെ സെക്കൻഡ് ഗ്രേഡ് തിരുശേഷിപ്പ്, ആ സെക്കൻഡ് ഗ്രേഡ് തിരുശേഷിപ്പാണ് അവരുപയോഗിച്ച പേന, കണ്ണട, ചെരുപ്പ്, ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്നിവ. അവരുടെ ശരീരത്ത് ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളും ശരീരത്ത് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളും ഒക്കെയാണ് ഈ സെക്കൻഡ് ഗ്രേഡ് തിരുശേഷിപ്പുകൾ. എന്നാൽ തേർഡ് ഗ്രേഡ് തിരുശേഷിപ്പുകളുണ്ട്. തേർഡ് ഗ്രേഡ് തിരുശേഷിപ്പ് എന്നാൽ എവിടെയെങ്കിലുമൊക്കെ പുണ്യസങ്കേതങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വെളുത്ത തുണിക്കഷ്ണം തിരുശേഷിപ്പ് എല്ലാവർക്കും കൊടുത്തു വിടും. അത് അവർ ധരിച്ച വസ്ത്രത്തിൻ്റെ ഭാഗമെന്നല്ല. 1-ാം ഗ്രേഡ് തിരുശേഷിപ്പായ ശരീരഭാഗത്ത് മുട്ടിച്ച് എടുത്ത തുണിക്കഷ്ണങ്ങളാണ് തേർഡ് ഗ്രേഡ് തിരുശേഷിപ്പുകൾ. മൃതാത്മാക്കൾ വഴി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പഠിപ്പിക്കുന്ന റാഫേലച്ചനും അവിടെയുള്ള കൗൺസിലേഴ്സും ഒക്കെ പറയുന്നത് ഈ ഫസ്റ്റ് ഗ്രേഡ് തിരുശേഷിപ്പോ സെക്കൻഡ് ഗ്രേഡ് തിരുശേഷിപ്പോ പോലെ ശക്തമല്ല തേർഡ് ഗ്രേഡ് തിരുശേഷിപ്പ്. അപ്പോൾ ഈ ആത്മാക്കളുടെ സ്വാധീന ശക്തി കൂടുതലുള്ളത് ഫസ്റ്റ് ഗ്രേഡിലും സെക്കൻഡ് ഗ്രേഡിലുമാണ്. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും തിരുശേഷിപ്പുകൾ ശരീരത്തിൻ്റെ ഭാഗവും ശരീരത്തിൽ ധരിച്ച വസ്തുക്കളുടെ ഭാഗവുമായവയാണ് ശക്തി കൂടുതൽ. അങ്ങനെയുള്ള തിരുശേഷിപ്പ് ശക്തിയുള്ളതുപോലെ മരിച്ചിട്ട് രക്ഷപ്പെടാത്ത ആത്മാക്കളുടെ ഈ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡിന് തുല്യമായി പരിഗണിക്കപ്പെടാവുന്ന വസ്തുക്കൾ, വെന്തിങ്ങ, കൊന്ത, മാല, കമ്മൽ തുടങ്ങിയ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകളൊക്കെ ഇതൊക്കെ സൂക്ഷിക്കുകയോ ഇതൊക്കെ ധരിക്കുകയോ ചെയ്യുന്നിടത്താണ് പ്രശ്നം എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അവരുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും അവരുപയോഗിച്ച വസ്തുക്കളിലൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തർക്കിക്കുന്നവരോട് ഈ അച്ഛനും കൗൺസിലേഴ്സും ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് എങ്ങനെയാണ് ഫലമെടുക്കുന്നത്? തിരുശേഷിപ്പും ഉപയോഗിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നതും ഈ തിരുശേഷിപ്പ് മുഖേനയാണ് എന്ന് കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ നശിച്ച ആത്മാക്കളാകുമ്പോൾ സ്വർഗീയ ആത്മാക്കളെ ദൈവം ഉപയോഗിക്കുന്നത് പോലെ മരിച്ച നശിച്ച ആത്മാക്കളാണെങ്കിൽ പിശാചുക്കൾ അവരെയും അവരുടെ വസ്തുക്കളും ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, തകർച്ചകൾ ഒക്കെ വരുത്തും. ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് അവശേഷിപ്പുകൾ ദോഷം ചെയ്യും എന്നാണ് ന്യായീകരിക്കുന്നത്. ബൈബിളിലേക്ക് നോക്കിയാലും ന്യായീകരിക്കാവുന്ന വചനങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊരു തർക്ക വിഷയമാണ്. നമുക്കത് അപ്പാടെ വിഴുങ്ങാനും കഴിയില്ല, അപ്പാടെ തള്ളിക്കളയാനും കഴിയില്ല. എന്നാൽ ഇതിനേക്കാൾ ഒത്തിരിയേറെ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട്. ഒരു വികാരിയച്ഛൻ മരിച്ചാൽ തുടർന്ന് വരുന്ന വികാരിയച്ഛൻ അവിടെ മരിച്ചുപോയ അച്ഛൻ ഉപയോഗിച്ച കാസയും ബീലാസയുമാണ് പിറ്റേന്നത്തെ കുർബാനയിൽ ഉപയോഗിക്കുന്നത്. ആ അച്ഛന് ഉപയോഗിച്ച തിരുവസ്ത്രങ്ങളാണ് അടുത്ത അച്ഛന് ഉപയോഗിക്കുന്നത്. അപ്പോൾ വസ്ത്രങ്ങൾ സെക്കൻഡ് ഗ്രേഡ് തിരുശേഷിപ്പൊക്കെ ആയി പരിഗണിക്കുന്നുവെങ്കിൽ അവിടെ സെക്കൻഡ് ഗ്രേഡ് അവശേഷിപ്പായി അത് മാറുന്നുവെങ്കിൽ ആ അച്ഛൻ രക്ഷപ്രാപിച്ച ആത്മാവല്ലെങ്കിൽ ആ തിരുവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ, ആ കാസയും ബീലാസയും ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ള നിരവധിയായ ചോദ്യങ്ങൾ വീണ്ടും അവശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനന്തമായ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ഒക്കെയായി നിരവധി പ്രശ്നങ്ങൾ അവശേഷിപ്പിക്കുന്നതാണ് ഈ വിഷയം. അതിനാൽ ഈ വിഷയം അങ്ങനെ എളുപ്പത്തിൽ സ്വീകരിക്കാനും പറ്റില്ല, പെട്ടെന്ന് തള്ളാനും പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.